പീസ് ക്ലോത്തുകൾ മാത്രമാണ് നമ്മൾ അരമുണ്ടായും തോളിലും ധരിക്കുന്നത്. ശരിക്ക് പുരുഷന്റെ കഫനിലായി ഖബറിലേക്ക് പോകുന്ന പോലെ, പെണ്ണിന്റെ അവസ്ഥയിൽ ഖബറിലേക്ക് പോകുന്ന പോലെ, ഇതൊരു ജീവിതത്തിന് മാറ്റമുണ്ടാക്കുന്ന ഒരു ഇബാദത്താണ്. എന്നാൽ ഇസ്ലാമിന്റെ 5-ാം കാര്യം അവസാനത്തെ റുക്കനാണ്. ആ അവസാനത്തെ റുക്കന് ചെയ്യുന്നതോടുകൂടെ ഈമാൻ അള്ളാഹു പറഞ്ഞതിൽ ഉറക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും, എന്തൊക്കെ ക്ലിപ്പുകളും പ്രസംഗങ്ങളും എന്ത് കേട്ടാലും എൻ്റെ ഈമാൻ ഇളകില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ശപഥം ചെയ്യുന്നൊരു ഇബാദത്താണ് ഹജ്ജ്. എന്തുകൊണ്ട് കഅബക്ക് ചുറ്റും, എന്തുകൊണ്ട് സഫാ മർവക്കടയിൽ നടക്കണം, എന്തിന് മിനയിൽ അറഫയിൽ അള്ളാഹു അത് പറഞ്ഞു, എന്തിനവിടെ കൊണ്ടുപോയി എറിയണം? അവിടെ ഇബ്ലീസൊന്നും ഇല്ലപ്പോ. പക്ഷേ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ എറിഞ്ഞിട്ടുണ്ട്. നമ്മളോട് വത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ എന്ന് പറഞ്ഞു. നമ്മൾ എറിയാണ്. എന്തിന്? മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് അറഫയിലും മിനയിലും മുസ്ദലിഫയിലും അവിടെ പാർക്കണം? മുത്തുനബി തങ്ങൾ അത് ചെയ്ത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണോ അള്ളാഹു പറഞ്ഞത് അതുപോലെ ചെയ്യാം. വേറെ ചോദ്യം അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു അനുസരണ വരുമ്പോഴേ ഇസ്ലാം എന്ന് പറയുള്ളൂ. എന്താ ഇസ്ലാം എന്ന വാക്കിനർത്ഥം? സബ്മിഷൻ. നമ്മളെ അള്ളാഹുവിന് വേണ്ടി, നമ്മെ പടച്ചവന് വേണ്ടി സമർപ്പിക്കുക. സമർപ്പണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധിക്കുന്നതും അർത്ഥറിയുന്നതും യുക്തി ബോധിക്കുന്നതും മാത്രം ചെയ്താൽ സമർപ്പണമാവില്ല. അങ്ങനെ സമർപ്പിക്കാന്നല്ല പറയാം. അവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നാണ്. ഒരാൾക്ക് തടി കുറക്കണമെന്നുണ്ട്, അപ്പോൾ നോമ്പ് വിൽക്കുക. തടി കുറക്കാൻ വേണ്ടിയുള്ള പണിയാണ്. ما في حدا ما بيخون. حابب نشكك فيه بكل لحظة. حتى اللي من دمك بيخونك إذا اجته. ഒരാൾക്ക് ഫിസിക്കൽ എക്സസൈസ് പോലെ എന്തെങ്കിലും ചെയ്യണം, അപ്പോൾ നിസ്കരിച്ചാൽ മതി തോന്നുന്നു, അങ്ങനെ ചെയ്യുന്നു. ഹജ്ജ് അതല്ല. ഹജ്ജ് അള്ളാഹു എന്തിനു ചെയ്യാൻ വേണ്ടി പറഞ്ഞു?